വിസിറ്റിംഗ് വിസയിൽ നാട്ടിൽ നിന്നും UK NMC രജിസ്ട്രേഷൻ പിൻ നമ്പർ എടുക്കാൻ വേണ്ടി വന്ന മറ്റൊരാളുടെ കഥ കൂടി നമുക്ക് കേൾക്കാം. എൻ്റെ ഫസ്റ്റിൽ തന്നെ അപ്രൂവ് ആയി. കറക്റ്റ് എമൗണ്ട് ഇട്ടാൽ ചിലപ്പോൾ റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. വിത്തിൻ 4 days അപ്പോയിൻമെന്റ് കിട്ടി. അതിന് വിത്തിൻ 6 days എനിക്ക് വിസ വന്നു. 6 ദിവസം കൊണ്ട് വന്നു. വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ എടുത്ത് വെക്കുക. സോ ബേസിക്കലി ഇതിപ്പോൾ റിക്രൂട്ട്മെന്റ്സ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ആൾക്കാരത് ചെയ്യുന്നത്. ഫോർച്യൂണേഴ്സ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അപ്പം പറയും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ്, അതായത് ഇതിൻ്റെ മാത്രമല്ല പഠിത്തത്തിൻ്റെ അല്ല, അല്ലാണ്ട് എന്തെങ്കിലും നമുക്ക് വരുന്ന കാര്യം, വിസേൻ്റെ കാര്യം, എന്തെങ്കിലും പേപ്പേഴ്സ്, അതൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നതല്ല കേട്ടോ അത്. കാരണം ചില മെസ്സേജസിനൊക്കെ അന്നേ ദിവസം റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. അത് നിവൃത്തിയുടെ കൊണ്ടാണ് കുറേ റിപ്ലൈസ് അടുപ്പിച്ച് വരും. ഇപ്പം ഞങ്ങളും അങ്ങനെ വിചാരിച്ചു. ഓൺലൈൻ നാട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ വായിക്കും? ക്ലാസ് ഉണ്ട്, അതിനിടയ്ക്ക് ഇങ്ങനത്തെ റിവ്യൂ സെഷൻസ് പോകുന്നുണ്ട്, അതിനിടയ്ക്ക് ഓൺലൈനിൽ പിള്ളേരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. എല്ലാവരുടെ അവസ്ഥ ഏതാണ് കേട്ടോ. ബട്ട് വി വിൽ റിപ്ലൈ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് റിപ്ലൈ കിട്ടില്ലായിരിക്കും, ബട്ട് വി വിൽ റെസ്പോണ്ട്. ആരും ഇഗ്നോർ ചെയ്യില്ല, വി വിൽ റെസ്പോണ്ട്. പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യും. കുറച്ച് ഡിലേ ആവുന്നേ ഉള്ളൂ, പക്ഷേ ഇവരെന്താണെങ്കിലും റിപ്ലൈ ചെയ്യും. പ്രോപ്പറായിട്ടെല്ലാം നിങ്ങൾ ചെയ്തു തരുന്നുണ്ട്, പറഞ്ഞും തരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു റിഗ്രറ്റ് അടിച്ചിട്ടില്ല. ട്രൈ ചെയ്ത് കിട്ടിയവരുമുണ്ട്, ട്രൈ ചെയ്ത് കിട്ടാത്തവരുമുണ്ട്. ബട്ട് സ്റ്റിൽ ആകെ ഒരു പോസിബിൾ വേ ഇതാണെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങോട്ടേക്ക് വരാൻ ഐദർ വിസിറ്റ് ഓർ സ്റ്റുഡൻറ്റ് വിസ, ഈ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷേ ഇവിടെ നടക്കുന്നത് പ്ലേസ്മെൻറ്റോ റിക്രൂട്ട്മെൻറ്റോ അല്ല. ഇവിടെ നടക്കുന്നത് ട്രെയിനിങ്ങും പിന്നെ സ്റ്റുഡൻറ്റ് വിസയുടെ അസിസ്റ്റൻസും ആണ്. ഓക്കെ, ഇത് ഷാമിലിക്ക് അറിയാം. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഓർത്ത് പറഞ്ഞു തന്നതാണ്.